ഇന്ന് കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നടത്തിയ വിശദീകരണം, ക്ഷേമ പെൻഷനെക്കുറിച്ച് താൻ പറഞ്ഞ ഭാഗം, അത് പ്രസംഗത്തിന്റെ ഒരു ഭാഗം വളച്ചൊടിച്ച് ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം 2-ാം തീയതി UDF കൺവെൻഷനിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹം ഉമ്മൻചാണ്ടി കാലത്തെ പെൻഷനെക്കുറിച്ച്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് മൾട്ടിപ്പിൾ പെൻഷൻ കിട്ടിയിരുന്നു, അത് ഏകീകരിച്ച് ഒരു വലിയ തുകയായി തൊഴിലാളിക്ക് കൊടുക്കുന്നു, ഒറ്റ പെൻഷൻ എന്ന രീതിയിൽ അതിനെ പുനഃക്രമീകരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തത്. അപ്പോൾ ആ ഏകീകരിച്ച പെൻഷൻ ഇപ്പോൾ എല്ലാ മാസവും പെൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ കുടിശ്ശിക ഇപ്പോഴും പെൻഡിംഗ് ആണ്. ആ പെൻഡിംഗ് കുടിശ്ശിക ബാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? അത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കാനാണ് എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ പെൻഷൻ ഗുണഭോക്താക്കളെ, ഞാൻ കെ.സിയുടെ പ്രസംഗം വീണ്ടും എടുത്തു കേട്ടു, പെൻഷൻ ഗുണഭോക്താക്കളെ നേരിട്ട് കെ.സി വിമർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. നേരിട്ട് പെൻഷൻ ഗുണഭോക്താക്കളെയല്ല, സർക്കാരിനെയാണ് വിമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ആ ഒരു ക്ലാരിഫിക്കേഷൻ കെ.സി വേണുഗോപാൽ നടത്തിയത്. കുടിശ്ശിക കൊടുക്കാൻ അവസരമായി കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെയാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 2 ഗഡു കുടിശ്ശിക കൊടുക്കുന്നതായി അനൗൺസ് ചെയ്തുകൊണ്ട് അത് കൊടുത്തു എന്നുള്ളതാണ് UDF അതിന് ആധാരമായി, അല്ലെങ്കിൽ കെ.സി വേണുഗോപാൽ പറഞ്ഞതിന്റെ ഒരു വിവരിക്കലായി, വിശദീകരണമായി ഇപ്പോൾ UDF നേതാക്കൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.